നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിങ്ക് പാലടയാണ്. സാധാരണ പാലട ഉണ്ടാക്കുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തില്ലെങ്കിൽ ആ പാലടയ്ക്ക് ഒരു പെർഫെക്ഷൻ കിട്ടില്ല. എന്നാൽ ഇതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് അതിലും ടേസ്റ്റായിട്ട് എങ്ങനെയാണ് പാലട ഉണ്ടാക്കുന്നത് നോക്കാം. ആ ട്രിക്ക് എന്താണെന്ന് നോക്കാം. ആ പ്രത്യേക ചേരുവ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം ചെറിയ അടയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു 1.5 ലിറ്റർ വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ഉപ്പുള്ളതും ഉണ്ട് ഉപ്പില്ലാത്തതും ഉണ്ട്. എൻ്റെ കയ്യിൽ ഉപ്പ് ഇല്ലാത്തത് കുറച്ചുണ്ടായുള്ളൂ, അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പാത്രത്തിൽ ഒരു 2.5 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അട നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ഇളക്കിയിട്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് മൂടി അവിടെ എടുത്ത് വയ്ക്കാം. ഒരു 20 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ. 15-20 മിനിറ്റ് അട അങ്ങനെ ഇരുന്നൊന്ന് വേവട്ടെ നന്നായിട്ട്. ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കട്ടിയുള്ള പാത്രമേ ആവശ്യമുള്ളൂ, കുക്കർ ആവണമെന്നൊന്നുമില്ല. ഇത് കുക്കർ പായസമൊന്നുമല്ല. ഈ പാത്രത്തിന് നല്ല കട്ടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ചൂട് പാത്രമായത് കാരണം അത് ഇട്ടപ്പോൾ തന്നെ പഞ്ചസാരയുടെ കളർ ചേഞ്ചായി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ആ കളർ ചേഞ്ച്. ഇനി നമുക്ക് ആ ബട്ടർ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ പാല് തിളച്ച് വന്നതാണ്, ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കൈ കൊണ്ട് നമ്മൾ ആ പഞ്ചസാര ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ആ പാൽ ഒഴിച്ചുകൊണ്ടിരിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് നടക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കാരമലൈസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ സെറ്റായി പോകും പഞ്ചസാര. ഇതാ വീണ്ടും 1 കപ്പ് പഞ്ചസാര അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം മൊത്തം 1.5 കപ്പ് പഞ്ചസാര ആയിട്ടോ. പാല് തിളപ്പിച്ച പാത്രത്തിൽ അല്പം പാൽപ്പാടയുണ്ട്. അത് ഞാനൊരു വേറൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടയും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2 കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ 500 ml ആണ്. ഏതാണ്ട് 1/2 കിലോത്തിൻ്റെ അടുത്തുണ്ട്. ഞാൻ പഞ്ചസാര ഒരുക്കിയ സമയത്ത് പാലൊഴിക്കാൻ അല്പം താമസം വന്നുപോയി. അപ്പോൾ അതൊക്കെ സെറ്റായിപ്പോയി ആ പഞ്ചസാര. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പതുക്കെ ഇളക്കി അത് മെൽറ്റാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സെറ്റാവണമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അത് മെൽറ്റായി വന്നോളും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് വീണ്ടും പാൽപ്പാട കെട്ടിയിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും അതെടുത്ത് മാറ്റണേ കേട്ടോ. ഒരു 6-7 മിനിറ്റ് ഗ്യാപ്പിൽ ഇളക്കി കൊടുത്താൽ മതി. നല്ല കട്ടിയുള്ള പാത്രമായത് കാരണം അടി പിടിക്കില്ല. ഫ്ലെയിം സിമ്മിൽ വേണം വയ്ക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളക്കുന്നതിന് മുമ്പ് അവിടെ ഫോം ചെയ്തിരിക്കുന്ന പാട ഒന്ന് കോരി ആ ബൗളിലേക്ക് മാറ്റുക. അത്രയും ചെയ്യാനുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാൽപ്പാട എടുത്ത് ഒരിക്കലും നിങ്ങൾ കളയരുത്. ഇങ്ങനെ കോരി മാറ്റി വെക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇളക്കുക. അതുപോലെ ഞാൻ ഏതാണ്ട് 1.25 മണിക്കൂറോളം ഈ അടുപ്പത്ത് ഇങ്ങനെ വെച്ച് ഇളക്കി കൊടുത്തു. ഇതേ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതാ കളക്ട് ചെയ്ത പാൽപ്പാടയാണിത്. ഒരു 6 ഏലയ്ക്ക തോടോടുകൂടി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അല്പം പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചെടുക്കുക. അത്യാവശ്യം നല്ല മധുരം ആയിട്ടുണ്ട്. അപ്പോൾ അല്പം പഞ്ചസാര മാത്രം എടുത്തുള്ളൂ ഏലക്ക പൊടിക്കാൻ. അല്പം കൂടി പഞ്ചസാര ഇട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇത് ഏലക്കപ്പൊടി പായസത്തിലേക്ക് ചേർക്കണേന്ന്. ഇനിയാണ് നമ്മുടെ ആ ട്രിക്ക്. ഇതാ പാടെടുത്ത് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആ ക്രീമും കൂടെ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് ഒന്ന് അല്പം നേരം ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് പാടയൊന്നും കെട്ടാൻ പാടില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും പാട കെട്ടില്ല. ഞാൻ 2.5 ലിറ്റർ പാലിൽ 1/2 ലിറ്റർ വെള്ളം ചേർത്തിരുന്നു. എന്നിട്ടും നല്ല കൊഴുപ്പുള്ള പായസം നമുക്ക് കിട്ടി. ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ അല്പം നേരം ഇളക്കി കൊടുത്തിരുന്നു. പാടയൊന്നും കെട്ടിയിട്ടുണ്ടായില്ല പായസത്തിൽ.
ചൂട് പൂർണ്ണമായിട്ട് മാറുമ്പോൾ പായസം ഇതിലും നല്ല തിക്കാകും. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം ഈ ഒരു മിസാസ് കിച്ചൻ്റെ മെത്തേഡിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്